മുൻ മന്ത്രി ജി സുധാകരൻ CPM-ൽ അസംതൃപ്തനാണെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക ദിനപത്രത്തിന്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് ജി സുധാകരൻ സമ്മതിച്ചത്. എന്നാൽ ഇപ്പോൾ ചന്ദ്രിക ദിനപത്രത്തിന്റെ പ്രചാരണ പരിപാടിയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് അദ്ദേഹം. രാവിലെ സുധാകരന്റെ വീട്ടിൽ വെച്ചായിരുന്നു പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ മാധ്യമങ്ങൾ എത്തിയതോടെ പരിപാടിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഉദ്ഘാടനത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ജി സുധാകരന്റെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ വിവാദത്തിന് താൽപര്യമില്ലെന്ന് വ്യക്തമാക്കിയ ജി സുധാകരൻ പിന്മാറുകയായിരുന്നുവെന്നാണ് വിവരം. എന്നാൽ ജി സുധാകരന്റെ പാതി മനസ്സ് BJPക്കൊപ്പമാണെന്നാണ് BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെ വാദം. CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനും ഭാര്യയും മനസ്സുകൊണ്ട് BJP അംഗത്വം സ്വീകരിച്ചവരാണെന്നും അവരെ താൻ വീട്ടിൽ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഷോൾ അണിയിച്ചിരുന്നുവെന്നും B ഗോപാലകൃഷ്ണൻ പറയുന്നു. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും താനും ചേർന്നാണ് CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ വീട്ടിൽ പോയി കണ്ടത്. സുധാകരൻ കാണിച്ച സ്നേഹവും ബഹുമാനവും എടുത്തു പറയേണ്ടതാണ്. വിശിഷ്ട വ്യക്തികളെ കണ്ട് ആദരിക്കണം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന്റെ ഭാഗമായാണ് പോയത്. സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റും പൊതുപ്രവർത്തകനുമാണ് ജി സുധാകരൻ. BJPയുടെ പ്രത്യാശാസ്ത്ര ഗ്രന്ഥം സുധാകരനു സമ്മാനിച്ചെന്നും ഗോപാലകൃഷ്ണൻ വെളിപ്പെടുത്തുന്നു. സുധാകരന്റെ മനസ്സ് പകുതി BJPക്കാരന്റേത് കൂടിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യദ്രോഹികളുടെ കരാളഹസ്തത്തിൽ ആണെന്ന ഞങ്ങളുടെ വാദം സുധാകരൻ അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നതെല്ലാം അദ്ദേഹവും ഭാര്യയും മൗനസമ്മതം എന്ന രീതിയിൽ കേട്ടിരുന്നു. സുധാകരന് ഒരിക്കലും കോൺഗ്രസിലേക്ക് പോകാനാവില്ല എന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു നിർത്തി. ഗോപാലകൃഷ്ണൻ അങ്ങനെ പറയുമ്പോഴും AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MP-യുമായ KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം സുധാകരനെ വീട്ടിലെത്തി സന്ദർശിച്ചു. അതൊരു സൗഹൃദ സന്ദർശനമായിരുന്നു എന്നാണ് KC വേണുഗോപാൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടെങ്കിലും വർഷങ്ങളായ സൗഹൃദമുണ്ട്. സുധാകരന് അതൃപ്തിയുണ്ടോ എന്ന് അദ്ദേഹമാണ് പറയേണ്ടതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. KC വേണുഗോപാലിന്റെ സന്ദർശനത്തിൽ രാഷ്ട്രീയം ചർച്ചയായില്ലെന്ന് ജി സുധാകരൻ പിന്നീട് വിശദീകരിച്ചു. തന്റെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കാൻ വന്നതാണ്. സ്വാഭാവിക സന്ദർശനമാണ്. വളരെ കാലമായി രാഷ്ട്രീയത്തിലുള്ള ആളല്ലേ. മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനം മാത്രമേ ഒഴിഞ്ഞിട്ടുള്ളൂ. എനിക്കെന്താണ് പാർട്ടിയിൽ അസംതൃപ്തി? പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടു പോയവർക്കുമെല്ലാം എന്നെപ്പറ്റി പറയേണ്ടി വരുന്നു. എന്റെ രാഷ്ട്രീയ ജീവിതം അവഗണിക്കാൻ പറ്റുന്നതല്ല എന്നേ അതിനർത്ഥമുള്ളൂവെന്നും ഈ വിഷയത്തിൽ ജി സുധാകരൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് BJPയിൽ ചേർന്ന ബിപിൻ സി ബാബു പാർട്ടിയിൽ ജി സുധാകരന്റെ അവസ്ഥ ദയനീയമാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. പല ഏരിയ കമ്മിറ്റി മീറ്റിംഗുകളിൽ നിന്നും ജി സുധാകരൻ പാടെ അവഗണിക്കപ്പെടുന്നുണ്ട്. ഈ അവസ്ഥയിൽ ജി സുധാകരൻ പാർട്ടിയിൽ തുടരുമോ, BJPക്കോ കോൺഗ്രസിനോ ഒപ്പം പോകുമോ എന്ന് കണ്ടുതന്നെ അറിയണം.